PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ ആകെ ഒരു ദിവസമാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇപ്പോൾ തുടങ്ങിയാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്ത് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം 3 ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്സ്, ഉച്ചയ്ക്ക് 1 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? 10 മണിക്കുള്ള ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നോട്ട്ബുക്കും പെന്നും റെഡി ആയിട്ടിരുന്നോട്ടെ, നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ അന്നന്ന് എടുക്കുന്ന ടോപ്പിക്സ് അന്നന്ന് തന്നെ പഠിക്കുക, കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് പോവുക. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ടെലിഗ്രാമിൽ അതിൻ്റെ PDF കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെലിഗ്രാമിൽ എന്തായാലും ജോയിൻ ചെയ്യണം, കാരണം ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും PDF എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം വഴിയാണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിലും കൂടെ ജോയിൻ ചെയ്യാൻ നമ്മുടെ കൂടെ ഫോളോ ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കണം, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷനും കൂടെ ലൈവായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യരുത്, മാക്സിമം പ്രയോജനപ്പെടുത്തുക ക്ലാസ്സുകളൊക്കെ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളാം. പിന്നെ മറ്റുള്ള ഫ്രണ്ട്സിനും മറ്റു ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ മെയിൻലി നോക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികളെ കുറിച്ചാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ള 22ഓളം കമ്മിറ്റികളുണ്ട്. എത്ര കമ്മിറ്റികളാണ്? 22ഓളം ചെറുതും വലുതുമായ കമ്മിറ്റികൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കമ്മിറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മീഷൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിക്ക് സബ് കമ്മിറ്റികളുണ്ട്. അതിൽ ഒന്നാമത്തെ സബ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സബ് കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ JB കൃപലാനി ആണ് കേട്ടോ, JB കൃപലാനി. ദെൻ രണ്ടാമത്തെ സബ് കമ്മിറ്റിയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി. മൈനോറിറ്റി സബ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് HC മുഖർജി ആണ്. HC മുഖർജി. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് കമ്മിറ്റികളും അധ്യക്ഷനുണ്ട്. അപ്പോൾ അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പറയാം. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ, അത് നമ്മൾ എന്തായാലും പഠിച്ചു വെച്ചേക്കണം. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ എന്നാണല്ലേ നമ്മൾ പറയുന്നത്, ഫണ്ടമെന്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെന്റൽ എന്നുള്ള രീതിയിൽ ഈ മെന്റൽ ആയിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ കുറച്ച് കൃപ കാണിക്കണം എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പോൾ JB കൃപലാനിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? JB കൃപലാനി. മെന്റലുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കുറച്ച് കൃപ കാണിക്കണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അടുത്തത് മൈനോറിറ്റി സബ് കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? HC മുഖർജി. എങ്ങനെ ഓർക്കാം? മൈനോറിറ്റി, അതിൽ മൈനോറിറ്റി എന്നുള്ളതിൽ MINOR എന്ന് എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിററുമായിട്ടൊരു സാമ്യം തോന്നുന്നില്ലേ? മിററുമായിട്ടൊരു സാമ്യമില്ലേ എഴുതുന്ന സമയത്ത്? അപ്പോൾ ജസ്റ്റ് മിററിലാണ് നമ്മൾ മുഖം നോക്കുന്നത് എന്നുള്ള രീതിയിൽ മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിയുടെ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്.
അതിൻ്റെ സബ് കമ്മിറ്റികളായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആണെങ്കിൽ മെൻ്റൽ, കൃപലാനി, JB കൃപലാനി. മൈനോറിറ്റീസ്, മൈനർ, മിറർ നോക്കുന്നത് മുഖം അല്ലെ, മിററിലാണ് മുഖം നോക്കുന്നത്. അപ്പോൾ HC മുഖർജി എന്നുള്ളതും കൂടെ അവിടെ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ദെൻ അടുത്തത് യൂണിയൻ പവർ കമ്മിറ്റി, അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് പവർ കമ്മിറ്റി. ഇതിൻ്റെ എല്ലാം അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് പവർ കമ്മിറ്റി എന്നിവയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അതുപോലെ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് പറഞ്ഞു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? അതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് കേട്ടോ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. ഇനി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി. ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചതാണ്. നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയതാണ്. അപ്പം നാഷണൽ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ, രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും നാഷണൽ ഫ്ലാഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക്. രാജേന്ദ്ര പ്രസാദിലെ രാജ എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവിനായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ രാജാവിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാജാവാണ് ഒരു രാജ്യത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് അല്ലെ. സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒരു രാജ്യത്തിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ കയ്യിലായിരിക്കും. അദ്ദേഹത്തിന് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു രാജ്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ്, അവർക്കൊരു ഫ്ലാഗ് ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും നാഷണൽ ഫ്ലാഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യ ആണ് ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ. എങ്ങനെ നമുക്ക് ഓർക്കാം? ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട് അല്ലേ, വീട് ഈ പട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പട്ട കൊണ്ടുണ്ടാക്കിയ വീട്, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയുണ്ട് കമ്മിറ്റികൾ. ഇനി ഏതാണ്? ലാംഗ്വേജ് കമ്മിറ്റി കേട്ടോ. ലാംഗ്വേജ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മോട്ടൂരി സത്യനാരായണയാണ് ലാംഗ്വേജ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പലരും പല ഭാഷയിലൊക്കെ സംസാരിക്കും അല്ലേ. പക്ഷെ പെട്ടെന്നൊരു കാര്യം ഒരാൾ സത്യം പറയടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ഒറിജിനൽ ലാംഗ്വേജ്, അതായത് നമ്മൾ മലയാളിയാണെങ്കിൽ മലയാളത്തിലും തമിഴാണെങ്കിൽ തമിഴിലും ഒക്കെ ആയിരിക്കും അല്ലെ. പെട്ടെന്നൊരു കാര്യം പറയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്താണ്, ഒരാൾ വീഴുവാണെങ്കിൽ അമ്മേ എന്നല്ലേ വിളിക്കുള്ളൂ അല്ലെ. ഒരു മലയാളിയാണെങ്കിൽ അമ്മേ എന്നാണ് വിളിക്കുക അല്ലെ. അല്ലാതെ വേറൊരു ഭാഷയിൽ ഓ മൈ ഗോഡ് എന്നൊന്നും നമ്മൾ പറയത്തില്ല. പെട്ടെന്ന് വീഴാൻ പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ. അപ്പോൾ അവരവരുടെ ലാംഗ്വേജിലായിരിക്കും സത്യങ്ങളൊക്കെ പറയുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ലാംഗ്വേജും സത്യമായിട്ടൊന്ന് കണക്ട് ചെയ്തൂടെ. ലാംഗ്വേജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? മോട്ടൂരി സത്യനാരായണ. ഓക്കെ അല്ലേ. ഇനി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആരാണ്? KM മുൻഷി ആണ് കേട്ടോ. KM മുൻഷിയാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. KM മുൻഷി. അപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്താണ്, എപ്പോഴും മുൻനിരയിൽ വരണം എന്നായിരിക്കും ആഗ്രഹം അല്ലെ. മുൻഷിയായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷിയാണ് കേട്ടോ. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷിയാണ്. അടുത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? ഡോക്ടർ
അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ കമ്മിറ്റി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗോപിനാഥ് ബർദോളി. ഗോപിനാഥ് ബർദോളിയാണ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അത് പഠിക്കാനായിട്ട് ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കാം. ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകളുടെയൊക്കെ വേഷങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജുബയും അല്ലെ ഒരു മുണ്ടൊക്കെ ഇങ്ങനെ മടക്കിയ ഒരു രീതിയിലുള്ള ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. തലയിലൊക്കെ ഒരു കെട്ടും ഒരു ഗോപിക്കുറിയൊക്കെ വരച്ചിട്ട് ആ ഒരു സ്റ്റൈലിലുള്ള ഡ്രസ്സിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ളവരാണ് ഈ ഗോപിക്കുറിയൊക്കെ വരയ്ക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പം നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാ? ഗോപിനാഥ് ബർദോളി. ഓക്കെ, അടുത്തത് ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ് കേട്ടോ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ് ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ക്രെഡൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡെൻഷ്യൽ ഉണ്ട് അല്ലേ. അപ്പോൾ ഡെൻഷ്യൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് DENTIAL ഇവ ഡെൻഷ്യൽ എന്നാണ് അല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഡെന്റൽ പോലെ തോന്നുന്നില്ലേ? ഡെന്റൽ ഒരു ഐയുടെ കുറവേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഡെന്റൽ, അപ്പോൾ നമ്മൾ ഈ ഡെന്റൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുമ്പോൾ അല്ലേ, നമ്മുടെ പല്ലൊക്കെ ഇളകും അല്ലേ. നല്ല അടി എന്ന് ഓർത്ത് നോക്കിക്കേ. അല്ലാടി, ഇവിടെ ഒരു N ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? നല്ല അടി എന്നായി അല്ലേ. അപ്പം നല്ല അടി കിട്ടുമ്പോഴാണ് നമ്മൾ ഡെന്റൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടേത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ്. അപ്പം നല്ല അടി ഡെന്റൽ ഹോസ്പിറ്റൽ അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പം അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ് ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? GV മാവ്ലങ്കാർ ആണ് കേട്ടോ. GV മാവ്ലങ്കാർ. അപ്പം നമുക്കത് വേഗം കണക്ട് ചെയ്യാം. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ വീടൊക്കെ അലങ്കാരം ചെയ്യുക അല്ലേ. അലങ്കാർ, വീട് അലങ്കരിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി GV മാവ്ലങ്കാർ. ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ അലങ്കരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് കമ്മിറ്റീസ് പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റിയുടെയും അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടേത് JB കൃപലാനി, മെന്റിലുള്ളവരെ കൃപ അല്ലേ. ദെൻ മൈനോറിറ്റി സബ് കമ്മിറ്റി മിറർ മുഖം, അപ്പോൾ HC മുഖർജി എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ യൂണിയൻ പവർ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് പവർ, യൂണിയനും സ്റ്റേറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ദെൻ ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ, പട്ട കൊണ്ടുള്ള ഹൗസ് എന്ന് ഓർത്താൽ മതി. ലാംഗ്വേജ് കമ്മിറ്റി, ലാംഗ്വേജ് നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ നമ്മൾ സത്യം പറയും അല്ലേ. അപ്പോൾ മോട്ടൂരി സത്യനാരായണ എന്ന് പറഞ്ഞു. ദെൻ എന്താ പറഞ്ഞത്? റൂൾസ് ആൻഡ് പ്രൊസീജിയർ സ്റ്റിയറിംഗ് കമ്മിറ്റി, നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി. റൂൾസ് ഉള്ളതും രാജ്യത്തിന്റെ സ്റ്റിയറിംഗ് ഉള്ളതും ഒരു ഫ്ലാഗ് ഒക്കെ ഉള്ളത് രാജാവ് അല്ലെ, രാജാവ് രാജേന്ദ്ര പ്രസാദ് എന്നുള്ളത് കിട്ടി. ദെൻ ഓർഡർ ഓഫ് ബിസിനസ്സുകാർക്കൊക്കെ മുൻനിരയിൽ വരണമെന്നാണ് ആഗ്രഹം അല്ലെ. ഇപ്പൊ KM മുൻഷി. ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ, നോർത്ത് ഈസ്റ്റുകാർ ഗോപിക്കുറി വരയ്ക്കുന്നത് ഓർക്കാം, ഗോപിനാഥ് ബർദോളി. ക്രെഡൻഷ്യൽ കമ്മിറ്റി, ഡെന്റലിലേക്ക് പോകുന്ന എപ്പോഴാണ്? ഡെന്റൽ ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ല അടി കിട്ടും അല്ലേ. അപ്പം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഫങ്ഷൻസിന് നമ്മൾ വീട് അലങ്കരിക്കും അല്ലേ. അപ്പോൾ അലങ്കാർ GV മാവ്ലങ്കാർ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കമ്മിറ്റീസ് കിട്ടി. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കമ്മിറ്റികളുടെ കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയപ്പെടുന്നത് എങ്ങനെയാ? കമ്മിറ്റികളുടെ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. കമ്മിറ്റികളുടെ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ട വർഷം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ടത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് മാസം 29. 1947
ഓഗസ്റ്റ് മാസം 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തതാര് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാര് എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7 പേരാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 7 പേരുണ്ട്. അപ്പൊ ഒന്നാമത്തെ ആള് ഡോക്ടർ BR അംബേദ്കർ. ഒന്നാമത്തെ ആൾ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ആണെന്ന് പറഞ്ഞു. ദെൻ രണ്ടാമത്തെ ആള് KM മുൻഷി. മൂന്നാമത് M ഗോപാലസ്വാമി അയ്യങ്കാർ. അയ്യങ്കാർ. 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ദെൻ അഞ്ചാമത്തെ ആളെന്ന് പറയുന്നത് മുഹമ്മദ് സാദുള്ള. ആറാമത്തെ വ്യക്തി എന്ന് പറയുന്നത് BL മിത്തർ. ഏഴാമത്തെ ആളാണ് DP ഖെയ്ത്താൻ. ഓക്കെ, അപ്പോൾ ഈ 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ. 7 പേര് ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, M ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുഹമ്മദ് സാദുള്ള, BL മിത്തർ, DP ഖെയ്ത്താൻ. അപ്പൊ ഈ 7 പേരുടെ പേര് താഴെ തന്നിട്ടുള്ളവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരെന്നൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ 7 പേരുടെ പേരുകൾ ഓർത്തിരിക്കാനുള്ള ചെറിയൊരു കണക്ഷൻ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ കണക്ഷൻ ഇങ്ങനെയാണ്, ഈ ഓർഡറിലാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഓർത്തിരുന്നോളൂ. അമ്പലത്തിന് മുന്നിൽ ഗോപാലകൃഷ്ണൻ. സ്വാദുള്ള മിച്ചർ കഴിക്കുന്ന ചെകുത്താനെ കണ്ടു. ഇതാണ് നമ്മുടെ കണക്ഷൻ. ഓക്കെ, അമ്പലത്തിനു മുന്നിൽ ഗോപാലകൃഷ്ണൻ, സ്വാദുള്ള മിച്ചർ കഴിക്കുന്ന ആരെ കണ്ടു? ചെകുത്താനെ കണ്ടു. അപ്പോൾ ഈ കണക്ഷൻ എന്തൊക്കെ കിട്ടും? അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത് കിട്ടണം കേട്ടോ. അംബേദ്കർ, അതാണ് അമ്പലം. മുന്നിൽ മുൻഷി. ഗോപാല എന്ന് പറയുമ്പോൾ M ഗോപാലസ്വാമി അയ്യങ്കാർ. കൃഷ്ണൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. സ്വാദുള്ള മുഹമ്മദ് സാദുള്ള. മിച്ചർ BL മിത്തർ. ചെകുത്താൻ എന്നുള്ളത് DP ഖെയ്ത്താൻ എന്നുള്ളതിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള 7 അംഗങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു. ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, M ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുഹമ്മദ് സാദുള്ള, BL മിത്തർ, DP ഖെയ്ത്താൻ എന്നിവരാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചതാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു DP ഖെയ്ത്താന്റെ മരണത്തെ തുടർന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായതാരെന്നൊരു ചോദ്യം അല്ലേ. അപ്പോൾ ഈ പറയുന്ന 7 അംഗങ്ങളിൽ 5 അംഗങ്ങൾ മാത്രമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവസാനം വരെ ഉണ്ടായിരുന്നത്. 2 അംഗങ്ങൾ അവസാനം വരെ ഉണ്ടായിരുന്നില്ല. അതാരൊക്കെയാണ്? ഒന്ന് BL മിത്തർ എന്ത് ചെയ്തു? ഇടയ്ക്ക് വെച്ച് രാജിവെച്ചു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് വന്ന ആളാണ് N മാധവറാവു ആണ് BL മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് വന്നത്. ദെൻ DP ഖെയ്ത്താൻ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. DP ഖെയ്ത്താന് മരണം സംഭവിച്ചിട്ട് വന്നതാണ് ആര്? TT കൃഷ്ണമാചാരി എന്ന് പറയുന്ന വ്യക്തി. TT കൃഷ്ണമാചാരിയാണ് DP ഖെയ്ത്താന്റെ മരണത്തെ തുടർന്ന് വന്നത്. BL മിത്തറിന്റെ രാജിയെ തുടർന്ന് വന്നത് N മാധവറാവു ആണ്. അപ്പൊ ചോദിക്കാം, BL മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് ആരാ? N മാധവറാവു. DP ഖെയ്ത്താന്റെ മരണത്തെ തുടർന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് ആരാ? TT കൃഷ്ണമാചാരി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ, ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേഷ്ടാവായ BN റാവു ആണ് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് വേണ്ടി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി ആദ്യമായിട്ട് ഭരണഘടനാ സമിതിക്ക് മുമ്പായി
BR അംബേദ്കർ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് സമർപ്പിക്കുന്നത് എപ്പോഴാണ്? ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് മുമ്പിൽ BR അംബേദ്കർ ഡ്രാഫ്റ്റ് സമർപ്പിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1948 ഫെബ്രുവരി 21-നാണ്. 1948 ഫെബ്രുവരി 21-നാണ് ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് മുമ്പായി BR അംബേദ്കർ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് സമർപ്പിക്കുന്നത്. ഇനി ഒരു ഡേറ്റും കൂടെ ഓർത്തിരിക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ BR അംബേദ്കർ ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിച്ചത് എപ്പോൾ? ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിച്ചത് എപ്പോഴാണ്? 1948 നവംബർ 4-നാണ്. BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് മുമ്പാകെ ഫൈനൽ ഡ്രാഫ്റ്റ് സമർപ്പിച്ചത് 1948 നവംബർ 4-നാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് എപ്പോഴാ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1949 നവംബർ 26. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവംബർ 26 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനമായിട്ട്. ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? സംവിധാൻ ദിവസ്. സംവിധാൻ ദിവസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നവംബർ 26 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഭരണഘടന രൂപീകരിക്കാനായിട്ട് എടുത്ത സമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? എത്ര സമയം എടുത്തത്? 2 വർഷവും 11 മാസവും 18 അല്ലെങ്കിൽ 17 ദിവസം. കേട്ടോ, 2 വർഷം 11 മാസം 18 അല്ലെങ്കിൽ 17 ദിവസമാണ് എടുത്തത്. ഏതാണോ ഓപ്ഷനിലുള്ളത് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. ഇനി എത്ര സമ്മേളനങ്ങൾ കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കിയെന്ന് ചോദിച്ചാൽ എത്രയാ? 11 സമ്മേളനങ്ങൾ കൊണ്ടല്ലേ? 11 സമ്മേളനം എത്ര ദിവസത്തിനുള്ളിലാണ്? 165 ദിവസത്തിനുള്ളിൽ. 165 ദിവസത്തിനുള്ളിൽ 11 സമ്മേളനങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കുന്നത്. ഇനി ഇതിനായിട്ട് വേണ്ടി വന്ന ചിലവ് എത്രയാണ്? ഭരണഘടനയുടെ രൂപീകരണത്തിന് വേണ്ടി വന്ന ചിലവ് എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയാണ് കേട്ടോ. 64 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കാനായിട്ട് ആവശ്യം വന്ന ചെലവ് എന്ന് പറയുന്നത്. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മൊത്തം സമ്മേളനങ്ങൾ എത്രയായിരുന്നു? 11 സമ്മേളനങ്ങളിലൂടെയാണ് ഭരണഘടനയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് പറഞ്ഞ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആകെ സമ്മേളനങ്ങൾ ചോദിച്ചാൽ 11 അല്ല, 12 സമ്മേളനം ഉണ്ടായിരുന്നു. ഈ 12ാമത്തെ സമ്മേളനം നടക്കുന്നത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനത്തെ അല്ലെങ്കിൽ 12ാമത്തെ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഈ അവസാന സമ്മേളനമായിട്ടുള്ള 1950 ജനുവരി 24-ലെ 12ാമത്തെ സമ്മേളനത്തിൽ വച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെല്ലാം ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചത് എന്നാണ് 1950 ജനുവരി 24-നാണ്. എത്ര അംഗങ്ങൾ ഒപ്പുവെച്ചു? 284 പേരാണ് ഒപ്പുവെച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 284 അംഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ 1950 ജനുവരി 24-ലെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാനത്തെ അല്ലെങ്കിൽ 12ാമത്തെ സമ്മേളനത്തിൽ വെച്ച് ഒപ്പുവെക്കുന്നത്. 284 അംഗങ്ങൾ അങ്ങനെ ഒപ്പുവെച്ചു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് എപ്പോഴാ? 1950 ജനുവരി 26-ന്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി BSc സ്ഥിരം ചോദിക്കുന്നതാണ്, ഇന്ത്യൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയാണ്.
എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് USA-യുടേതാണ്. അമേരിക്കയുടെ ഭരണഘടനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയപ്പോൾ കണ്ടതായിരുന്നു അല്ലേ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് USA-യുടേതാണ്. ഇനി അടുത്തത് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാ? നന്ദലാൽ ബോസ് ആണ് കേട്ടോ. നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് അല്ലെങ്കിൽ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? BR അംബേദ്കർ ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഔദ്യോഗിക മുദ്രയിലുണ്ടായിരുന്ന മൃഗം ഏതാന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഔദ്യോഗിക മുദ്രയിലുണ്ടായിരുന്ന മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഔദ്യോഗിക മുദ്രയിലുണ്ടായിരുന്ന മൃഗം ഏതാണ്? ആനയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണെന്ന് പറഞ്ഞു. ഈ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം ബിഹാരി നരേൻ റായ്സദ. പ്രേം ബിഹാരി നരേൻ റായ്സദയാണ് ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കുന്നത്. ഇനി ഭരണഘടനയുടെ ആമുഖം ഡിസൈൻ ചെയ്തത് ആര്? ഭരണഘടനയുടെ ആമുഖം ഡിസൈൻ ചെയ്തത് ആരാണ്? റാം മനോഹർ സിൻഹയാണ് കേട്ടോ. റാം മനോഹർ സിൻഹയാണ് ആമുഖം ഡിസൈൻ ചെയ്തത് ഭരണഘടനയുടെ. അദ്ദേഹം നന്ദലാലിൻ്റെ ശിഷ്യനാണ് കേട്ടോ. നന്ദലാൽ ബോസിന്റെ ശിഷ്യനായിട്ടുള്ള റാം മനോഹർ സിൻഹയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡിസൈൻ ചെയ്തത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ആമുഖം ഡിസൈൻ ചെയ്തത്. ആമുഖം തയ്യാറാക്കിയതും ആമുഖത്തിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ഡിസൈൻ ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാം മനോഹർ സിൻഹയാണ്. ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാ? പ്രേം ബിഹാരി നരേൻ റായ്സദ. ദെൻ ആമുഖം ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹ. കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് കേട്ടോ. ഓക്കെ, തെറ്റിപ്പോകരുത്. കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. കൈയെഴുത്ത് പ്രതി, അപ്പോൾ ഈ എഴുത്തൊക്കെ കൊടുക്കുന്നത് അല്ലെ, പ്രേമൊക്കെ ആയി ബന്ധപ്പെട്ട് എഴുത്ത് എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യുക. ആമുഖം ഡിസൈൻ ചെയ്തതാണ് അല്ലെ. അപ്പം മുഖം, മനോഹരമായ മുഖം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക. ആമുഖം ഡിസൈൻ ചെയ്തത് റാം മനോഹർ സിൻഹയാണ്. കവർ പേജ് നന്ദലാൽ ബോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നല്ല രീതിയിൽ ഇന്ന് തന്നെ ഇത് റിവിഷനും ചെയ്യുക. ഓക്കെ, അടുത്ത നമുക്ക് മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്. അത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ക്ലാസ് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്